ഓക്കെ ഗൈസ്, സോ നമ്മളിപ്പോൾ തേനുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ പ്രിപ്പറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ അവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യുകയാണ്. പിന്നെ ഇപ്പോൾ തേനു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ നമുക്ക് അവളെ ഒരുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഞാൻ അവളുടെ സെക്കൻഡ് ബർത്ത്ഡേ ഫുൾ വ്ളോഗ് എത്രയൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാൻ നോക്കും. സോ യാ. അപ്പോൾ ആദ്യം തന്നെ തേനുവിനെ കുളിപ്പിച്ച് ഇറക്കി ഞാൻ ആഫ്റ്റർ ദാറ്റ് നമ്മളിതേ ബർത്ത്ഡേ ഡ്രസ്സ് ഇടുകയാണ്. അപ്പോൾ നമ്മളൊരു ബ്ലൂ തീമാട്ടോ ഇത്തവണ നമ്മൾ പിടിച്ചേക്കുന്നത്. സോ എല്ലാവരും ഒരു സ്കൈ ബ്ലൂ തീമിലാണ്, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ തീമിലാട്ടോ എല്ലാവരും ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തേനുവിൻ്റെ ബ്ലൂ ആദ്യം തന്നെ സെറ്റായി. പിന്നെ നമ്മൾ അതനുസരിച്ചുള്ള ബ്ലൂ നമ്മളെല്ലാവരും എടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പറഞ്ഞു നമ്മൾ ബ്ലൂ ആ തീം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവരുടെ കയ്യിലുള്ളതൊക്കെ ബ്ലൂ ആക്കിയിട്ട് കൊണ്ട് വന്നു. അപ്പോൾ ഇന്നലത്തെ അവളുടെ ബലൂൺസ് എല്ലാം ഞാൻ ഞങ്ങളുടെ ഇപ്പുറത്തെ ചെറിയ ബാൽക്കണിയിൽ ഇട്ടേക്കായിരുന്നു. അപ്പോൾ അവൾക്കതൊരു നല്ലൊരു ഒരു പ്ലേ ഏരിയ ആയിട്ട് മാറി. അപ്പോൾ അവൾ അതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ഹെയർ സ്റ്റൈലൊക്കെ കണ്ടു വെച്ച് ഒന്നും ഇപ്പം എനിക്ക് തലയിൽ വേണ്ടില്ല. ഇതാണ് എൻ്റെ മോസ്റ്റ് ഹാർഡസ്റ്റ് ആൻഡ് ചാലഞ്ചിങ് പാർട്ട്. ഇവളിപ്പോൾ പിന്നെയും കുറേയൊക്കെ ഇരിക്കും, പക്ഷേ എങ്കിലും ഞാൻ ഉദ്ദേശിച്ച ഹെയർ സ്റ്റൈലൊന്നും അല്ല എനിക്ക് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ഐ തിങ്ക് ഐ മാനേജ്ഡ് ഇറ്റ് വെൽ. കാരണം കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഈ സ്റ്റിക്കിങ് സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ എന്തൊക്കെയൊക്കെ കാണിച്ചു. പക്ഷേ ഉദ്ദേശിച്ച വേറൊരു ഹെയർ സ്റ്റൈലാണ്, പക്ഷേ അതിങ്ങനെയായി വന്നു. പക്ഷേ എവരിബഡി സെഡ് ദാറ്റ് നല്ലതാണ്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ആൻഡ് ഐ റിയലി എൻജോയ് ഇട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളിങ്ങനെ ക്ലിപ്സൊക്കെ വെച്ച് ഇങ്ങനെ ഒരുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ തന്നെ ട്രോളും, അതാണ് എൻ്റെ ഒരു വിനോദം. ഞാൻ തന്നെ ഒരുക്കി ഞാൻ തന്നെ അവളെ ട്രോളും. അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന സാധനം. മമ്മി പറയാണ് ഡോൺ പറഞ്ഞത് എല്ലാം പറിച്ച് കളയുമെന്ന് പറയാം കേട്ടോ. പക്ഷേ ഡോണിന് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. ഡോൺ വേറെ കുറേ കാര്യങ്ങളുടെ ബിസി ആയതുകൊണ്ട് ഡോണിനൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ അവളെ ഒരുക്കി റെഡിയാക്കി നമ്മളത് പോവാനായിട്ട് തുടങ്ങുകയാണ്. ഷൂസൊക്കെ ഇടിച്ച് സോ അങ്ങനെ നമ്മളിത് പൂൾ ഏരിയയിലേക്ക് പോവാണ്. സോ അവിടെയാണ് നമ്മൾ ഇത്തവണത്തെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ താഴത്തെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു ആംബിയൻസും പിന്നെ സൺസെറ്റിൻ്റെ വ്യൂവും ആ ഗോൾഡൻ അവറിൻ്റെ പിക്ചേഴ്സൊക്കെ കിട്ടുമല്ലോ. സോ ഐ തോട്ട് അങ്ങനെയാണ് ഞാൻ പൂൾ ഏരിയയിൽ നമുക്ക് പാർട്ടി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് ഏർലി ആയിട്ടാണ് വന്നത്. ആൻഡ് നമ്മുടെ ഫാമിലീസാണ് ആദ്യം കുറച്ച് പേര്, ഇപ്പോൾ ജയമ്മായി പവൻ ഒക്കെ ആട്ടോ ആദ്യം വന്നത്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത ഫ്ലാറ്റ്മേറ്റ്സ് ഒക്കെ കുറച്ച് പേരുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അത്രയൊക്കെ ആൾക്കാരുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആൻഡ് എനിക്ക് പിന്നെ പറയാനുള്ള നമ്മൾ ഈ ബേബി ഷാർക്കിൻ്റെ തീമിലേക്ക് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ടൂനോട് റൈം ചെയ്യുന്ന എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. സോ നമ്മൾ വീട്ടിൽ സെറ്റപ്പ് ചെയ്തപ്പോൾ 2 വൈൽഡ് എന്നാക്കി. സോ ദാറ്റ് അവളുടെ സെക്കൻഡ് ബർത്ത്ഡേക്ക് 2 കൊടുത്ത് അങ്ങനെ 2 വൈൽഡ് എന്നാക്കി. അപ്പോൾ ബേബി ഷാർക്ക് എന്ന് വന്നതെന്ന് വെച്ചാൽ അവൾ കാണുന്ന ഒരു കാർട്ടൂണാണ് ബെബേഫിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ബേബി ഷാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ അവൾക്ക് ബേബി ഷാർക്കായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാർട്ടൂണാണ്. അപ്പോൾ ബേബി ഷാർക്കിൻ്റെ ഒരു റൈമാണ് ബേബി ഷാർക്ക് ടു 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 ടു. അപ്പോൾ അങ്ങനെയാണ് ഞാനതിൽ ബേബി ഷാർക്ക് 2 പിന്നെ അടിയിൽ ഡു 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 അങ്ങനെ ഇത് വന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. സോ അങ്ങനെയാണ് നമ്മൾ ബേബി ഷാർക്ക് തീമിലേക്ക് വന്നത്. ആൻഡ് എവറിത്തിങ് കേക്കും കപ്സിക്കിൾസും കപ്പ് കേക്ക്സിക്കിൾസും ഒക്കെ ഷാർക്ക് തീമിലേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. തേനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. ഞാൻ പറഞ്ഞു
ആൻഡ് അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. ആൻഡ് വി വർ സോ ഹാപ്പി ദാറ്റ് എല്ലാവരും മിക്കവരും തന്നെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടാകും, 1-2 പേരൊഴിച്ച്. ബാക്കി എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വന്ന് നമ്മുടെ ഈ ഒരു ചെറിയ പാർട്ടി ഒരു ഗ്രാൻഡ് സക്സസ് ആക്കിയും പിന്നെ എല്ലാവരും പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നു. ഒത്തിരി ബ്ലെസ്സിങ്സും ഗിഫ്റ്റ്സും ഒക്കെ തന്നതിന് വി സോ താങ്ക്ഫുൾ ആൻഡ് സോ ഹാപ്പി. സോ എല്ലാവർക്കും ഭയങ്കര 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 താങ്ക്സ് പറയുന്നു. അപ്പം നമ്മൾ പരിപാടി തുടങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫ്ലോസ് ഒക്കെ വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പറയായിരുന്നു കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ അതെല്ലാം പറയുന്നത്. അപ്പോൾ ഡോൺ ഇസ് ലൈക്ക് നമുക്ക് അസിസ്റ്റൻസ് ഒന്നുമില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഞാൻ ലൈക്ക് ഓക്കെ. അപ്പോൾ ഇത് എൻ്റെ ഷോർട്സ് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എലൈൻ ഷീ ഈസ് മോർ ലൈക്ക് ആ ഫാമിലി ഓൺലി. അപ്പോൾ ചോട്ടുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ചോട്ടുവിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവളുടെ ഗിഫ്റ്റ്സ് ഓൾമോസ്റ്റ് ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം ഓപ്പൺ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് അവിടെ വെച്ച് പൊട്ടിച്ച 1-2 ഗിഫ്റ്റ്സ് മാത്രമേ അതിൻ്റെ അകത്ത് നമ്മൾ കാണിക്കുന്നുള്ളൂ. അല്ലാത്തൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് കാണിക്കും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞ് നമ്മളെല്ലാവരുടെയും കൂടെ നിന്ന് ഫാമിലി ഫ്രണ്ട്സിൽ എല്ലാവരെയും കൂടെ നിന്ന് കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. സോ എവറിത്തിങ് വെൻറ്റ് റിയലി വെൽ ആൻഡ് സോ താങ്ക്ഫുൾ, ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫൈനൽ ബിറ്റ്സ്. അപ്പോൾ എല്ലാവരും പോയി. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും താഴെ ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ താഴത്തായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഡിന്നർ കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഓണത്തിൻ്റെ പരിപാടികൾ നടക്കുകയാണ്. അപ്പോൾ കുറേ പിള്ളേർ ഇവിടെ താഴെ നമ്മുടെ ഹാൾസിലൊക്കെ വന്നിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വി തോട്ട് നമ്മുടെ ബർത്ത്ഡേയുടെ കേക്കും ബാക്കി കാര്യങ്ങളും ഒക്കെ അവിടുത്തെ പിള്ളേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നാണ്. ബിക്കോസ് അവരൊന്നും മുകളിലേക്ക് വന്നില്ല, അവർ പ്രാക്ടീസൊക്കെ ആയിട്ട് താഴെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേനുവിനെയും കൊണ്ടുപോയി എല്ലാവർക്കും നമ്മുടെ സ്നാക്സ് ബോക്സും ചോക്ലേറ്റ്സും എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് തേനു പിന്നെയും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഓടിക്കളിക്കാനായിട്ട് പിള്ളേരുണ്ടല്ലോ, കുറേ പിള്ളേരുണ്ടായിരുന്നു. ആൻഡ് എവ്രിബഡി എല്ലാവരും തേനുവാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ചെറിയ കുട്ടി ഓടിക്കളിക്കുന്നതിൽ. അപ്പോൾ എല്ലാവരും നല്ല പാമ്പർ ചെയ്തിട്ടാട്ടോ അവളെ കൊണ്ടു കിടക്കണം. സോ അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയും ചേച്ചി ചേട്ടാ അടുത്ത് പോകണം പറയും. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തും പോയി. സോ ഇറ്റ് വാസ് എ നൈസ് ഈവനിങ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. സോ വീണ്ടും കാണാം. ബൈ.